3 സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന കാര്യം. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ 3 സ്ഥലങ്ങളിൽ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് എന്താണെന്നറിയാനായി. അന്തിമഘട്ട കണക്ക് കൂട്ടലുകളിൽ തന്നെയാണ് എല്ലാ പാർട്ടികളും, അതായത് LDF ആയാലും BJP ആയാലും UDF ആയാലും. ഇനിയിപ്പോൾ എത്രയൊക്കെ കണക്ക് കൂട്ടിയാലും ജനം എന്താണ് വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വെറും മണിക്കൂറുകൾ മാത്രം. പെട്ടി തുറക്കുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിൽ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ വോട്ടുകൾ എങ്ങനെ മാറി മറിയുമെന്നുള്ളതാണ്. അതായത് പ്രതീക്ഷിക്കുന്ന പാർട്ടിക്ക് തന്നെ വോട്ടുകൾ കിട്ടുമോ, അതോ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം വയനാട് UDF തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത്. UDF സീറ്റാണ് അതെന്ന് പറയുന്നത്. ചേലക്കര വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നിലനിൽക്കുന്നത്. അതായത് അവിടെ നിലവിൽ അത് UDF സീറ്റാണെങ്കിൽ തന്നെയും അവിടെ നടക്കുന്നത് ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ്. ആ ത്രികോണ പോരാട്ടത്തിൽ വോട്ട് എങ്ങനെ മാറി മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിലാദ്യം തിരഞ്ഞെടുപ്പ് അവസാനിച്ചത് ഈ പറയുന്ന ചേലക്കരയും വയനാടും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വയനാടും ചേലക്കരയും നോക്കുമ്പോഴത്തേക്ക് ഇടത് വലത് സ്വഭാവമുള്ള ഈ 2 സ്ഥലങ്ങളിൽ എന്ത് തരം മാറ്റം BJPക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തവണ സാധിക്കുമോ ഈ 2 സ്ഥലങ്ങളിൽ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിൽ വയനാട്, അതായത് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്ന സ്ഥലമായിട്ടുള്ള വയനാട്, അവിടെ ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് നവ്യ ഹരിദാസാണ്. തീർച്ചയായിട്ടും അവിടെ നവ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടന്നിട്ടുള്ള അട്ടിമറികൾ ചെറുതല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അവിടെ പ്രചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം മുൻപന്തിയിലെത്താനായിട്ട് BJPക്ക് നിലവിൽ സാധിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നവ്യ അത്രയധികം അവിടെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ബലം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാടെന്ന് പറയുന്നത്. ആ വയനാട്ടിൽ ഈ പറയുന്ന തലത്തിൽ ആ ഭൂരിപക്ഷത്തിന് വലിയ തോതിലൊരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് നവ്യയുടെ മുന്നേറ്റം അവിടെ മാറുമോ, അങ്ങനെ മുന്നേറാനായിട്ട് നവ്യയ്ക്ക് സാധിക്കുമോ? പുറത്തു വന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നവ്യയ്ക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതായത് വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കാനായിട്ട് നവ്യയ്ക്ക് സാധിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത് പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും നവ്യയ്ക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സുരേന്ദ്രൻ നേടിയ വോട്ടുകളെക്കാട്ടിലും കൂടുതൽ വോട്ടുകൾ നേടാനോ അല്ലെങ്കിൽ അതിലുപരി വോട്ടുകൾ നേടി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഇടിവുണ്ടാക്കാനായിട്ട് നവ്യ ഹരിദാസിന് ആ ഒരു വോട്ട് ഉയർച്ചയിലൂടെ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വയനാട് ഒരു കംഫർട്ട് സീറ്റായിട്ട് UDF കരുതുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന തലത്തിൽ ഭൂരിപക്ഷത്തിൽ നല്ല രീതിയിലുള്ള ഒരു കുറവ് സംഭവിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതിൽ പിന്നാലെ വളരെ വലിയ തോതിലുള്ള ചില കൺഫ്യൂഷനുകളൊക്കെ തന്നെ UDF ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചപ്പോഴത്തേക്കും അവിടെ വോട്ടുകൾ ഉയർത്താൻ സാധിക്കാതെ അത് വളരെ വലിയ തോതിൽ കുറയുന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് UDFന് നല്ല ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിന് വോട്ടുകൾ ഉയർന്നാലും അത് തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചേലക്കര വരുമ്പോഴത്തേക്കും ചേലക്കരയിൽ നടക്കുന്ന ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് LDF തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ് ചേലക്കര എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ BJPയുടെ ഒരു മുന്നേറ്റം അവിടെ LDF തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. LDF റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന തരത്തിൽ അവിടെ BJPക്ക് വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ. ആ ഉയർച്ച എത്രത്തോളമാണ് എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന തരത്തിൽ ഈ UDFനെയും LDFനെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJP സ്ഥാനാർത്ഥിക്ക് അവിടെ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും വോട്ടുകൾ പരമാവധി ഉയരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ പറയുന്ന ചേലക്കരയിൽ നിലനിൽക്കുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള
അട്ടിമറി നേട്ടമുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ നേരെ മറിച്ച് പാലക്കാട് വരുമ്പോഴത്തേക്ക് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ 3 സ്ഥാനാർത്ഥികൾക്കും എത്രത്തോളം വോട്ടുകൾ നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് പോലും പറയാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലോട്ടുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കുഴയുന്ന കണക്ക് കുഴഞ്ഞു കിടക്കുവാണ് അവിടുത്തെ കാര്യമെന്ന് പറയുന്നത്. ജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ കുറവായിരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന തരത്തിലോട്ട് അവിടെ കാര്യങ്ങൾ മാറി മറിയാം. അവിടെ ഈ പറയുന്ന തരത്തിൽ BJP കൃഷ്ണകുമാർ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ കൃഷ്ണകുമാറിന് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി ഈ പറയുന്ന തരത്തിൽ UDFനെ മറികടന്നുകൊണ്ടുള്ള ഒരു അട്ടിമറി വിജയം അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന 3 സ്ഥലങ്ങൾ, പാലക്കാട്, അതോടൊപ്പം തന്നെ ചേലക്കര, വയനാട്, ഈ 3 സ്ഥലങ്ങളിലും BJPയുടെ വോട്ടുകൾ പരമാവധി ഉയരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. കാരണം UDF വോട്ടുകൾ കുറഞ്ഞാലും LDF വോട്ടുകൾ കുറഞ്ഞാലും BJP വോട്ടുകൾ ജയിച്ചാലും തോറ്റാലും ഈ 3 സ്ഥലങ്ങളിലും പരമാവധി കൂടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. അതിൽ തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത് പാലക്കാട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ എന്തും സംഭവിക്കാം. കാരണം അവിടെ ഈ പറയുന്ന 3 പാർട്ടിക്കാരും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവസാന വിധി അത് എന്താകുമെന്നുള്ളത് തന്നെയാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പാലക്കാട് എന്തായാലും നിലവിലും അതൊരു പ്രവചനാതീതമായിട്ടുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലവും തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ടുകൾ BJPക്ക് ഇത്തവണ പാലക്കാട് ഉയരാൻ തന്നെയാണ് സാധ്യത കൂടുതലും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വയനാട്, ചേലക്കര എന്ന് പറയുന്നത്. ഈ 2 സ്ഥലങ്ങളിലും BJPക്ക് വോട്ടുകൾ ഉയരാൻ തന്നെയാണ് നിലവിൽ സാധ്യത കാണുന്നത് എല്ലാ തരത്തിലും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് സീറ്റ് BJPക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ചേലക്കരയിലും വയനാട്ടിലും വലിയ തോതിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് വോട്ടിൻ്റെ കാര്യത്തിലായാൽ പോലും BJPക്ക് വളരെ വലിയ തോതിലുള്ളൊരു വോട്ട് ഷെയർ അവിടെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് തീർച്ചയായിട്ടും UDFനും LDFനും ഒരു തിരിച്ചടിയായി മാറുന്ന കാര്യവും അത് BJPക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായി മാറുന്ന ഒരു തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കാത്തിരിക്കാനായിട്ട്. എന്താണ് അന്തിമ ഫലം എന്നുള്ളത്, ജനങ്ങൾ എന്താണ് വിധി എഴുതിയെന്നുള്ളത് അറിയാനായിട്ട് കാത്തിരിക്കാം. ചേലക്കരയും വയനാടും പാലക്കാടും സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് തന്നെ കണ്ടറിയാം.